വെൽക്കം. റഹ്മാനാണ്. കോൺട്രസെപ്റ്റീവ്സ്, ഓറൽ ആൻഡ് ഇഞ്ചക്ഷൻ. അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. വിവിധ തരം കോൺട്രസെപ്റ്റീവ് രീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് മെഡിക്കൽ കോൺട്രസെപ്ഷൻ ആണ്. മരുന്നുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഹോർമോൺ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഗർഭിണിയാവുന്നത് തടയുക. സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സ്. ഹോർമോണൽ കോൺട്രസെപ്റ്റീവ് മരുന്നുകളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. വൺ വി ക്യാൻ ഡിവൈഡ് ഇൻടു ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ഓറൽ പിൽസ് എന്ന് വിളിക്കാം. രണ്ടാമത്തത് ഓറൽ അല്ലാത്ത, വായിലൂടെ അല്ലാതെ കൊടുക്കുന്നത് പാരേൻട്രൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. പാരേൻട്രൽ ക്യാൻ ബി ഇഞ്ചക്ഷൻ. ഏറ്റവും ഫേമസ് ഇഞ്ചക്ഷൻ ആണ് പ്രധാനപ്പെട്ട മാർഗം. രണ്ടാമത്തെ ഇപ്പൊ പുതുതായിട്ടുള്ളതാണ് സ്കിന്നിൽ ഒട്ടിച്ചു വെക്കുന്ന ട്രാൻസ് ഡെർമൽ പാച്ചസ് ആയിട്ടും ഇപ്പൊ അവൈലബിൾ ആണ്. ഇനി ഇതല്ലാതെ വജൈനൽ വെക്കുന്ന ഫോം ടാബ്ലറ്റ്സുകൾ ഉണ്ട്. ദെൻ മരുന്നുള്ള വജൈനൽ റിങ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള പുതിയ മെത്തേഡുകളൊക്കെ ഉണ്ട്. ഈ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഓർ ഓറൽ പിൽസ് അവയുടെ മരുന്നുകളുടെ കമ്പോസിഷൻ അനുസരിച്ച് നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. പ്രധാനമായിട്ടും മൂന്ന് തരം. വൺ, ദേ ആർ കോൾഡ് ആസ് കമ്പൈൻഡ് പിൽസ്. കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജനും ഉണ്ട്, അതിനകത്ത് പ്രൊജസ്ട്രോണും രണ്ടും കൂടി ചേർന്ന. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇതിനകത്ത് പ്രൊജസ്ട്രോൺ ഓൺലി പിൽ എന്നാണ്. പ്രൊജസ്ട്രോൺ ഓൺലി പിൽ അല്ലെങ്കിൽ പ്രൊജസ്റ്റിൻ എന്ന് നമ്മൾ ഇവിടെ പറയും. പ്രൊജസ്റ്റിൻ ഓൺലി പിൽ അല്ലെങ്കിൽ അവയുടെ വേറെ ഫേമസ് പേര് മിനി പിൽ എന്നാണ്. മിനി പിൽസ് പേരിൽ തന്നെ ഉണ്ട്. ഓൺലി പ്രൊജസ്ട്രോൺ മാത്രമുള്ള അതിനകത്ത് നോ ഈസ്ട്രോജൻ അതിനകത്ത് ഇല്ല. മൂന്നാമത്തത് എമർജൻസി പില്ലാണ്. എമർജൻസി അടിയന്തരമായിട്ട് ഉപയോഗിക്കുന്ന പില്ലുകളാണ്. അല്ലെങ്കിൽ അവയെ പോസ്റ്റ് കോയിറ്റൽ പിൽസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ വേറൊരു പേര് മോർണിംഗ് ആഫ്റ്റർ പിൽസ് എന്നും പറയും. ഈ മൂന്നാമത്തെ ഗ്രൂപ്പിൽ മിക്കവാറും പ്രൊജസ്റ്റിൻസ് ആയിരിക്കും. പ്രൊജസ്റ്റിൻ മാത്രമായിരിക്കാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൾസോ എ കോമ്പിനേഷൻ. ഈസ്ട്രോജനും പ്രൊജസ്റ്റിനും ചേർന്ന ഇതേപോലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് പോസ്റ്റ് കോയിറ്റൽ പിൽസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അല്ലാതെ ഇതൊന്നും ഈസ്ട്രോജനും പ്രൊജസ്റ്റിനും അല്ലാത്ത ചില മരുന്നുകൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉലിപ്രിസ്റ്റാൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഉലിപ്രിസ്റ്റാൽ. ദെൻ മെഫിപ്രിസ്റ്റോൺ പ്രൊജസ്ട്രോൺ ആന്റഗോണിസ്റ്റ് ആണ്. അതും ഈ പർപ്പസിനല്ല ഉപയോഗിക്കുക. പക്ഷെ എങ്കിലും ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന നിലയിൽ ഉപയോഗിക്കാറുണ്ട്. വേണമെങ്കിൽ ഉപയോഗിക്കാം. നാലാമത്തെ ഇതൊന്നും വരാത്ത ഒരു ഗ്രൂപ്പ് കൂടി നമുക്ക് പറയാം. ഈ ഗ്രൂപ്പുകളിലൊന്നും പെടാത്തത്, പക്ഷെ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഈസ്ട്രോജൻ. അതൊരു സേം ആണ്. അത് ഓർമലോക്സിഫിൻ എന്നാണ് അതിന്റെ പേര്. ഓർമലോക്സിഫിന്റെ പക്ഷെ ഫേമസ് പേര് സെൻക്രോമാൻ ആണ്. സെൻക്രോമാൻ ഇനിയും വേറെ പേര് കൂടിയുണ്ട്, സഹേലി എന്ന് പറയുന്ന മരുന്ന്. സോ ഇത്രയും 4 ഗ്രൂപ്പുകളാണ് ഓറലായിട്ട് കൊടുക്കുന്ന പിൽസ്. നമുക്ക് ഈ ഓറലി കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് യൂട്രസ് ആണ്, യൂട്രസിന്റെ ബോഡിയാണ്. ഇത് ഫലോപ്പിൻ ട്യൂബ്സ് ആണ്. ഇത് സെർവിക്സിന്റെ ഭാഗം. ആൻഡ് ദിസ് ഇസ് വജൈന. ആൻഡ് ദിസ് ഇസ് ഓവറി. സോ ഇതാണ് യൂട്രസിന്റെ ഒരു പടം. വജൈനയിലൂടെ എത്തുന്ന സ്പേം ഈ വഴിയായിരിക്കും വരിക. ദിസ് ഇസ് വജൈന. സ്പേം ഇങ്ങനെ ഇതിലൂടെ എത്തുന്നു. ഇത് യൂട്രസിൽ എത്തണമെങ്കിൽ ആദ്യം സെർവിക്സിലൂടെ കടന്നു പോകണം. സോ സെർവിക്സിലൂടെ കടന്ന് യൂട്രസിലെത്തിയിട്ട് അവിടെ നിന്ന് ഫലോപ്പിൻ ട്യൂബ്സിൽ എത്തണം. അവിടെ വെച്ചിട്ടാണ് സ്പേമും ഓവവും തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നത്. സോ ഈ സെർവിക്സിലൂടെ സ്പേം കടന്നു പോകാനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ സ്പേമിന് ഇതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റൂ. സോ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓവുലേഷന് ശേഷം 14-ാം ദിവസത്തിന് ശേഷം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ലെവൽ വർദ്ധിക്കും. സോ ഈ പ്രൊജസ്ട്രോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവിക്സിലെ മ്യൂക്കസ് അത് തിക്കൻ ചെയ്യും. ഇത് തിക്കൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെർവിക്കൽ മ്യൂക്കസ് തിക്കൻ ചെയ്താൽ സ്പേമിന് ഇതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റില്ല. ആൻഡ് ദ പെനിട്രേഷൻ ഓഫ് സ്പേം ത്രൂ ദിസ് ടു ദ യൂട്ടറസ് ത്രൂ സെർവിക്സ് ഈസ് നോട്ട് പോസിബിൾ. സോ പ്രൊജസ്ട്രോൺ ഓൺലി പിൽ. സോ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊജസ്ട്രോൺ ഓൺലി പിൽ ഓർ മിനി പില്ലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മിനി പില്ലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതാണ്. ദേ ഇൻക്രീസ് ദ സെർവിക്കൽ മ്യൂക്കസ്. സോ ഇൻക്രീസ് ദ സെർവിക്കൽ മ്യൂക്കസ് തിക്കനിങ്. സെർവിക്കൽ മ്യൂക്കസ് തിക്കൻ ചെയ്യുന്നു. സോ സ്പേം കനോട്ട് റീച്ച് നിയർ ടു ദ ഓവം. ഇതാണ് പ്രൊജസ്ട്രോൺ ഓൺലി പില്ലിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രീതി. 2 പ്രധാന പ്രൊജസ്റ്റിൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വൺ ഈസ് നോർഎത്തിൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്രൊജസ്ട്രോൺ ഉപയോഗിക്കും. അത് 0.35 മില്ലിഗ്രാമിലായിരിക്കും ഉപയോഗിക്കുക. വേറൊരെണ്ണം രണ്ടാമത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് നോർജെസ്ട്രലാണ്. 0.75 മില്ലിഗ്രാമിൽ. സോ ഈ മരുന്നുകളുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 96 to 98% ആണ്. ദാറ്റ് മീൻസ് ഫെയിലിയർ റേറ്റ് ഇസ് 2 to 4% ഫെയിലിയർ റേറ്റ്. സോ ഇതാണ് പ്രൊജസ്ട്രോൺ ഓൺലി പില്ലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി ഇത് ഓവറിയാണ്, ഇപ്പുറത്തുണ്ട് ഓവറി. ഈ ഓവറി സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ
ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന FSH ആണ്. FSH ഓർ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ ഓവറിലുള്ള ഫോളിക്കിൾസ് ആണിത്. ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവും. 14ാം ദിവസം 14th ഡേ ഉണ്ടാവുന്ന LH എന്ന് പറയുന്ന ഹോർമോൺ, ദാറ്റ് ഈസ് ഓൾസോ ഫ്രം പിറ്റ്യൂട്ടറി, ലൂട്ടിനൈസിംഗ് ഹോർമോൺ. അത് ഇതിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഓവം പുറത്തേക്ക് വരും. ഈ ഓവം ഇങ്ങോട്ടേക്ക് പോയി ഇതിലൂടെ ഇങ്ങോട്ടേക്ക് വരും. സോ ദിസ് ദ നോർമൽ പ്രോസസ്. സോ ഇവിടെ ഈ ഓവേറിയൻ ഫോളിക്കിൾസിനകത്തുള്ള കുറച്ച് തീക്ക സെൽസ്, സോ അവയും ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറച്ച് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നോർമൽ ആയിട്ട് സംഭവിക്കുക. ഓവറി സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് ആസ് ഓവുലേഷൻ എന്നാണ് പറയുന്നത്. ഇത് നടക്കുന്നത് 14ാം ദിവസമാണ്. ഓവുലേഷൻ തൊട്ട് മുമ്പ് LH ഹോർമോൺ ഒരുപാട് സെക്രറ്റ് ചെയ്യും. അതിനെ LH സർജ് എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് നോർമൽ. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്തോ, വി ആർ ഗിവിംഗ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലിനെ പറ്റിയാണ് പറയുന്നത്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബ്ലഡിലെത്തും. സോ ബ്ലഡിൽ ഇതിന്റെ ലെവൽ കൂടും. ബ്ലഡിൽ ഇതിന്റെ ലെവൽ കൂടുമ്പോഴത്തേക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന FSH കുറയും, LH കുറയും. ബോത്ത് FSH ആൻഡ് LH വിൽ ബി ഡിക്രീസ്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. FSH LH ഇല്ലെങ്കിലോ നോ ഡെവലപ്മെന്റ് ഓഫ് ഫോളിക്കിൾസ്, നോ റപ്ചർ. സോ ദിസ് അൾട്ടിമേറ്റ്ലി ദിസ് കോസസ് ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ. സോ ഇതാണ് കമ്പൈൻഡ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ പിൽസ്. സോ ദേ ഡിക്രീസ് ദ FSH ആൻഡ് LH ലെവൽ. സോ ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെക്കാനിസം ഓഫ് കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ഇനി ഇതിനകത്ത് പ്രൊജസ്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പ്രൊജസ്ട്രോൺ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജനൊപ്പം പ്രൊജസ്ട്രോൺ ചേർക്കുമ്പോഴത്തേക്കും ദിസ് വിൽ പ്രൊഡ്യൂസ് എ സൈനർജസ്റ്റിക് എഫക്ട്. രണ്ടും കൂടി ചേരുമ്പോൾ ഒരു സൈനർജസ്റ്റിക് എഫക്ട് ഉണ്ടാകും. ഈസ്ട്രോജൻ കൊടുത്താൽ FSH കുറയും, പ്രൊജസ്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ LH കുറയും. സോ രണ്ടും കൂടി ചേരുമ്പോഴത്തേക്ക് രണ്ടിന്റെയും എമൗണ്ട് കുറയും. ഇനി പ്രൊജസ്ട്രോൺ പക്ഷേ മെയിൻ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല. സോ പ്രൊജസ്ട്രോൺ ഇൻ കമ്പൈൻഡ് പിൽസ് ആഡ് ചെയ്യുന്നത് ഈസ്ട്രോജൻ മൂലമുള്ള എൻഡോമെട്രിയം എന്ന് വെച്ചാൽ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്, എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ റിസ്ക് റിഡ്യൂസ് ചെയ്യാനാണ്. സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ റിസ്ക് ഉണ്ടാവാം. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോണിന് വേറൊരു ആക്ഷൻ കൂടിയുണ്ട് എന്ന് നമ്മൾ മിനി പിൽസിന്റെ ആക്ഷനിൽ കണ്ടതാണ്. ക്യാൻ കോസ് സെർവിക്കൽ തിക്കനിങ്. സോ ഇവിടെയും പ്രൊജസ്ട്രോൺ ഉണ്ട്. സോ ദിസ് ക്യാൻ കോസ് സെർവിക്കൽ തിക്കനിങ്. ദെൻ ഈസ്ട്രോജൻ യൂട്രസിനകത്ത് ഇറ്റ് ക്യാൻ കോസ് പ്രൊലിഫറേറ്റീവ്, ദെൻ ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പർ സെക്രീറ്ററി എഫക്ട് ഉണ്ടാക്കാം, ഓർ ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പർട്രോഫി ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഹൈപ്പർട്രോഫി കൂടി ഉണ്ടാക്കും. ദെൻ കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ക്യാൻ ഓൾസോ റിഡ്യൂസ് ഓവം മൂവ്മെന്റ്. ഈ ഓവത്തിന്റെ മൂവ്മെന്റ് ടുവേർഡ്സ് ദ യൂട്രസ്. സോ ഇൻഹിബിറ്റ് ദ മോട്ടിലിറ്റി ടുവേർഡ്സ് ഓവം. സോ ഇതെല്ലാം മൈനർ ആണ്, എങ്കിലും പ്രധാനപ്പെട്ട ആക്ഷൻ ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ തന്നെയാണ്. രണ്ടാമത്തെ ആക്ഷൻ സെർവിക്കൽ തിക്കനിങ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആക്ഷൻ. ആൻഡ് ഇതാണ് മോസ്റ്റ് എഫക്റ്റീവ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. 98 to 99.9% വരെ സക്സസ് റേറ്റ് ഉള്ളതാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇതിനകത്ത് ഈസ്ട്രോജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വിച്ച് ഈസ്ട്രോജൻ ഈസ് യൂസ്ഡ് ആൻഡ് വിച്ച് പ്രൊജസ്ട്രോൺ ഈസ് യൂസ്ഡ്. ഈസ്ട്രോജൻ ഇനി പഠിക്കാൻ പോകുന്ന ഇതിനകത്ത് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് എഥിനൈൽ ഈസ്ട്രാഡയോൾ ആണ്. എഥിനൈൽ ഈസ്ട്രാഡയോൾ. സോ ദിസ് ഈസ് ദ ഈസ്ട്രോജൻ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഓർ അതർ പിൽ. 99% ഇതാണ്. വേറൊരു മരുന്ന് കൂടി ഉണ്ട്, മെസ്ട്രാനോൾ എന്ന് പറയുന്നതും ചിലപ്പോൾ ചിലതിൽ അപൂർവമായിട്ട് ഉപയോഗിച്ചേക്കാം. നോർമൽ ഡോസ് ഒരു 50 മൈക്രോഗ്രാം ആണ് സാധാരണ. ലോ ഡോസ്, ഇതിനാണ് സ്റ്റാൻഡേർഡ് ഡോസ് എന്ന് പറയാ. ലോ ഡോസ് എന്ന് പറയുന്നത് 30 മൈക്രോഗ്രാം ആണ്. 20 മൈക്രോഗ്രാമും കൊടുക്കും, വെരി ലോ ഡോസ്. അത് ഇപ്പോൾ ഹാർട്ട് ഫെയിലിയറോ അങ്ങനെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങളൊക്കെ ഉള്ള പേഷ്യന്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് മതി. ഇത്തിരി അല്പം വണ്ണമൊക്കെ കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിലാണ് 50 മൈക്രോഗ്രാം ഒക്കെ ഉപയോഗിക്കുക. സാധാരണ രീതിയിൽ ലോ ഡോസ് മതി. 30 മൈക്രോഗ്രാം ആണ് ഇപ്പോൾ മിക്കവാറും ഉപയോഗിക്കുക. പ്രൊജസ്ട്രോൺ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ 3 പ്രൊജസ്ട്രോൺ ആണ് ഇതിന് ഉപയോഗിക്കുക. 3 ഡിഫറെന്റ് ടൈപ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക. വേറെ ഒരുപാട് ഉപയോഗിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൺ ഈസ് ഡിസോജെസ്ട്രൽ എന്ന് പറയുന്ന ഒരെണ്ണം. സോ അത് 0.15 മില്ലിഗ്രാം ആണ് ഉപയോഗിക്കുക. ഏറ്റവും ഫേമസ് ഡ്രഗുകൾ ഇതുള്ളത് നോവിലോൺ, ടെമിലോൺ പോലെയുള്ള ഡ്രഗുകളെല്ലാം ഡിസോജെസ്ട്രൽ ആണ്. രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, ലീവോനോർജെസ്ട്രൽ ആണ്. സോ അത് 0.1 മില്ലിഗ്രാമിൽ കൊടുക്കും, 0.15 കൊടുക്കും, 0.25 മില്ലിഗ്രാം. ഇത്രയും എമൗണ്ടിലാണ് സാധാരണ ഉപയോഗിക്കുക. പല മരുന്നുകൾ ഇപ്പോൾ ഓവറാൽ ഉണ്ട്, ഓവറാൽ എൽ ഉണ്ട്, ഡുവലിൻ ഉണ്ട്, ഓവിപ്പരസ്, ഇങ്ങനെയൊക്കെയുള്ളതിലൊക്കെ ലീവോനോർജെസ്ട്രൽ ആണ് ഉപയോഗിക്കുക. ഇനി വേറെണ്ണുള്ളത് നോർജെസ്ട്രൽ ആണ്. മൂന്നാമത്തത് നോർജെസ്ട്രൽ ഡി നോർജെസ്ട്രൽ ആയിട്ടായിരിക്കും ചിലപ്പോൾ
ഉപയോഗിക്കുക. അത് 0.3 മില്ലിഗ്രാം. ഇപ്പോൾ മാല ഡി എന്ന് പറയുന്നതിനകത്ത് ഡീനോർജസ്റ്റിലാണ് ഉപയോഗിക്കുക. അത് 0.3 മില്ലിഗ്രാം. 0.5 മില്ലിഗ്രാം ഉപയോഗിക്കുന്നത് ഓവറാലാണ്. ഓവറാൽ ജി എന്ന് പറയുന്നതിനകത്ത് 0.5 മില്ലിഗ്രാം. ദെൻ മാല ഡി അല്ലാതെ വേറെ മാല എൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഈ മാല എന്നിൽ ഉപയോഗിക്കുന്നത് നമ്മൾ നോർ എത്തിസ്റ്ററോൺ ആണ്. 1000 മൈക്രോഗ്രാം എന്ന് വെച്ചാൽ 1 മില്ലിഗ്രാം ആണ് അതിനകത്ത് ഉപയോഗിക്കുക, മാല എൻ. ഇനി വേറെ പ്രൊജസ്റ്റിൻ നോർ എത്തിൻട്രോൺ ഉപയോഗിക്കാം, നോർ ജസ്റ്റിമേറ്റ് ഉപയോഗിക്കാം, ഡ്രോസ്പെറിനോൺ ഉപയോഗിക്കാം. സോ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ നമ്മൾ ഈ ഇത്രയും പറഞ്ഞതെല്ലാം കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എല്ലാം തന്നെ മോണോഫേസിക് ആണ്. മോണോഫേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗുളിക കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നിശ്ചിത എമൗണ്ട് ഈസ്ട്രോജൻ ഉണ്ടാവും, നിശ്ചിത എമൗണ്ട് പ്രൊജസ്ട്രോൺ ഉണ്ടാവും. ഈ 21 ദിവസം സാധാരണ 21 ഡേയ്സ് ആണ് കഴിക്കുക. 21 ഡേയ്സും ഇത് തന്നെയായിരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. പ്രൊജസ്റ്റിനും ഈസ്ട്രോജനും ഒരു പ്രത്യേക എമൗണ്ടിലായിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുക. ബാക്കി 7 ദിവസം നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ടിരിക്കും. ആ ദിവസങ്ങളിൽ മരുന്ന് കഴിക്കാത്ത ദിവസം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അയൺ ടാബ്ലറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. 7 ഡേയ്സ്. സോ ഇത് എല്ലാം മോണോഫേസിക് ആണ്. ഇനി ഇങ്ങനെ മോണോഫേസിക് അല്ലാതെ നമുക്ക് വേറെ പല രീതിയിൽ കൊടുക്കാം. വൺ ഈസ് ബൈഫേസിക് ആയിട്ട് കൊടുക്കാം. അനദർ വൺ ഈസ് ട്രൈഫേസിക് ആയിട്ട് കൊടുക്കാം. ബൈഫേസിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മരുന്നിന്റെ അളവുകളിലാണ് മാറ്റം വരിക. സോ ഇപ്പോൾ ഉദാഹരണം നമ്മൾ 21 ദിവസമാണല്ലോ സാധാരണ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 10 ദിവസം ഒരു പ്രത്യേക അളവിൽ മരുന്നിന്റെ അളവ് ഒരു പ്രത്യേക അളവിലായിരിക്കും. രണ്ടാമത്തെ 11 ദിവസം വേറൊരു ലെവലിലായിരിക്കും. സോ ഡിഫറെന്റ് ലെവലിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് മേ വേരി. സോ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ബൈഫേസിക് എന്ന് പറയും. മറ്റൊരു രീതി നമ്മൾ പറഞ്ഞു ട്രൈഫേസിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 2 ഫേസ് ആയിട്ടാണെങ്കിൽ ഇത് നമുക്ക് 3 ഫേസ് ആയിട്ട്. ഇപ്പോൾ ഒരു ഫേസ് 7 ആദ്യത്തെ 7 ദിവസം, രണ്ടാമത്തെ 7 ദിവസം, മൂന്നാമത്തെ 7 ദിവസം. സോ ഈ കൊടുക്കുന്ന മരുന്നല്ല ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുന്ന മരുന്നല്ല നമ്മൾ ഇവിടെ കൊടുക്കും. സോ ഇങ്ങനെ മരുന്നിന്റെ അളവിൽ നമുക്ക് മാറ്റാൻ പറ്റും. സോ മരുന്നിന്റെ അളവ് ആദ്യത്തെ കുറച്ച് ദിവസം കുറയ്ക്കാം, പിന്നത്തെ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, വർദ്ധിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഗുണം. മരുന്നിന്റെ അളവുകൾ വേണ്ട രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 777 പറഞ്ഞു. അതല്ലാതെ ഇപ്പൊ ട്രിക്കുലാർ എന്ന് പറയുന്ന മരുന്ന് ഇങ്ങനെയല്ല കൊടുക്കുക. 6 ദിവസം, 5 ദിവസം, 10 ദിവസം. ഇതിന്റെ പ്രത്യേക അളവ്, ഇത് വേറൊരു അളവ്, ഇത് വേറൊരു അളവായിരിക്കും. മാത്രമല്ല ഈ മരുന്നുകളുടെ കളറും അതനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ 6 ദിവസത്തെ മരുന്നിന് ഈ കളറാ കൊടുക്കുന്നതായിരിക്കും, വേറൊരു തവണ വേറൊരു കളറായിരിക്കും, 5ാമത്തെ ദിവസം 10 ദിവസത്തേക്കിന് വേറൊരു കളറായിരിക്കും. സോ തിരിച്ചറിയാനും ഒക്കെ അത് ഗുണകരമായി. ഇനി ഈ ബൈഫേസിക് ആയാലും ട്രൈഫേസിക് ആയാലും ഈസ്ട്രോജൻ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എത്തിനൈൽ ഈസ്ട്രാഡയോൾ തന്നെയാണ് കൊടുക്കുക. പ്രൊജസ്റ്റിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ലീവോനോർജസ്റ്റൽ ഉപയോഗിക്കും. ദെൻ അനദർ വൺ ഇസ് നോർ എത്തിൻട്രോൺ ആണ് വേറെ. സോ ഇതാണ് മോണോഫേസിക്, ബൈഫേസിക് ആൻഡ് ട്രൈഫേസിക് പിൽസ്. സോ ഇവിടെ ഡിഫറെന്റ് ഫേസസ് ആയിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേത് ഒറ്റയടിക്ക് ഒരേ മരുന്ന് തന്നെ 21 ദിവസം കൊടുക്കുന്നു. വേരിയബിൾ അമൗണ്ട്സ് ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിൻസ് ആർ യൂസ്ഡ്. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് ഒന്നുകൂടി പറഞ്ഞേക്കാം. പ്രൊജസ്റ്റിന്റെ അളവ് ഗ്രാജുവൽ ആയിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പൊ അതിന്റെ ഒരു ഗുണം, പ്രൊജസ്റ്റിന്റെ അളവ് ഗ്രാജുവൽ ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് കുറയ്ക്കാൻ പറ്റും. എന്താണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് എന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഫേസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. മരുന്നിന്റെ അളവും കുറയ്ക്കാം, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്ങും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ഈ രീതിയൊന്നും അല്ലാതെ വേറെയും ചില മെത്തേഡുകൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അത് വൺ ഈസ് ഈസ്ട്രോഫേസിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പൈൻഡ് OCP, കമ്പൈൻഡ് ഓറൽ കോൺട്രാസ്റ്റ്. നേരത്തെ നമ്മൾ പ്രൊജസ്ട്രോണിന്റെ അളവായിരിക്കും ചിലപ്പോൾ മാറ്റുക. ഇവിടെ ഈസ്ട്രോജന്റെ അളവും ഇങ്ങനെ മാറ്റി കൊടുക്കും. ഡോസ് ഓഫ് ഈസ്ട്രോജൻ ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. ദെൻ അനദർ വൺ ഈസ് എക്സ്റ്റെൻഡഡ് സൈക്കിൾ കമ്പൈൻഡ് OC. നേരത്തെ 21 ദിവസമാണ് കൊടുക്കുക. ഇപ്പൊ അതല്ല, വേറൊരു ദിവസങ്ങളിൽ എക്സ്റ്റെൻഡഡ് സൈക്കിൾ ആയിട്ട് കൊടുക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് നമുക്ക് ഉപയോഗിക്കും. സോ കമ്പൈൻഡ് പിൽസ് ക്യാൻ ബി മോണോഫേസിക്, ഇറ്റ് ക്യാൻ ബി ബൈഫേസിക്, ഇറ്റ് ക്യാൻ ബി ട്രൈഫേസിക്, ബട്ട് ദേ ഓൾ യൂസ് ഈസ്ട്രോജൻ ആസ് എത്തിനൈൽ ഈസ്ട്രാഡയോൾ ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് പ്രൊജസ്ട്രോൺസ്. ഇനി സ്പേം ഇവിടെ എത്തിയെന്ന് കരുതുക. അത് ഇവിടെ എത്തുന്നു, ഇവിടെ നിന്ന് ഓവം വരുന്നു, ഇവിടെ എത്തുന്നു. ഇവിടെ വെച്ചിട്ട് സ്പേമും ഓവവും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓവവും രണ്ടും കൂടി സൈഗോട്ട് ആവുന്നു. സൈഗോട്ടായിട്ട് ഇവിടെ കൊണ്ട് യൂട്രസിന്റെ വാളിൽ പിടിക്കുന്നു. അതിന് നിഡേഷൻ എന്നാണ് പറയുക, ഓർ നമുക്കതിനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. സോ ഇംപ്ലാന്റേഷൻ. സോ ഇതാണ് അടുത്ത് നടക്കേണ്ടത്. സോ ഇതിനെ തടയുന്ന മരുന്നുകളുണ്ട്. സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ് തേർഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. തേർഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗിനെ നമ്മൾ എമർജൻസി പിൽസ് എന്നാണ് പറയുക. എമർജൻസി പിൽ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ദേ ഇൻഹിബിറ്റ് ദ ഇംപ്ലാന്റേഷൻ. സോ ദീസ് ആർ ഇംപ്ലാന്റേഷൻ ഇൻഹിബിറ്റേഴ്സ് ഓഫ് എംബ്രിയോ ഓൺ ദ യൂട്രസ്. എംബ്രിയോ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് തടയും. സോ ഇതിനെ നമുക്ക് പോസ്റ്റ് കോയിറ്റൽ പിൽസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർ പിൽസ്. സോ ഇതൊക്കെയാണ് വേറെ
വാക്കുകൾ. ഇത് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു അൺഎക്സ്പെക്ടഡ് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കും. സോ അതാണ് ഒരു ക്രൈറ്റീരിയ. അൺഎക്സ്പെക്ടഡ് ഇന്റർകോഴ്സ് എപ്പോഴെങ്കിലും നടക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് മെക്കാനിക്കൽ ഫെയിലിയർ ഓഫ് ബാരിയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ കോണ്ടോക്ക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് ഫെയിലായി എന്ന് തോന്നുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഡ്രഗുകൾ ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ കോൺട്രാസെപ്റ്റീവ്. മറ്റേത് ഉപയോഗിക്കുന്നത് പോലെ റെഗുലർ കോൺട്രാസെപ്റ്റീവ് അല്ല ഇത്. ഒക്കേഷണൽ ആയിട്ട്, വെരി റെയർ ആയിട്ട് ഇടക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഫെയിലിയർ റേറ്റ് ഈസ് മച്ച് ലാർജർ. ദാറ്റ് ഈസ് 10% അറൌണ്ട് ഫെയിലിയർ റേറ്റ് ഉണ്ട്. 90% മാത്രമേ ഉള്ളൂ സക്സസ് റേറ്റ്. സോ ഫേമസ് ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐപിൽ എന്ന് പറയുന്ന മരുന്ന് കേട്ടിട്ടുണ്ടാവും. ഓ ഗോഡ് ഈസ് അനദർ വൺ. നോ ഫിയർ 72 എന്ന് പറയാൻ കാരണം 72 അവേഴ്സിനകം ഉപയോഗിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദെൻ EC2 എന്ന് പറയുന്നുണ്ട്. നോർലെവോ എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. സോ ഇതിൽ വി ക്യാൻ അഗെയിൻ, ഇവിടെ നമുക്ക് രണ്ടു തരം മരുന്നുകൾ ഉപയോഗിക്കാം. ഒന്ന്, വി ക്യാൻ യൂസ് ഓൺലി ലേവോ നോർജെസ്ട്രൽ ലൈക്ക് പ്രൊജസ്റ്റിൻ മാത്രം കൊടുക്കാം. സോ ഇത് പ്രൊജസ്റ്റിൻ മാത്രമുള്ള ഉണ്ട്. ദെൻ രണ്ടാമത്തത് പ്ലസ് ലീവോ നോർജെസ്ട്രലിനൊപ്പം തന്നെ നമുക്ക് ഈസ്ട്രോജൻ ഏതാ കൊടുക്കുക? എത്തിനൈൽ ഈസ്ട്രാഡയോൾ ആണ് നമ്മൾ കൊടുക്കുക. എത്തിനൈൽ ഈസ്ട്രാഡയോളും കൂടി ചേർന്ന മരുന്നുകൾ കൂടി ചേർന്ന രണ്ടും കമ്പൈൻഡും ഉണ്ട്. സോ പ്രൊജസ്റ്റിൻ ഓൺലി ആൻഡ് ഓൾസോ കമ്പൈൻഡ് ഇവിടെയും അവൈലബിൾ ആണ്. ഇനി ഇതേ യൂസിനുള്ള വേറെ ചില മരുന്നുകൾ കൂടി വന്നിട്ടുണ്ട്. വൺ ഈസ് ഉലിപ്രിസ്റ്റാൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഓക്കെ, ദെൻ മെഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്. മെഫിപ്രിസ്റ്റോൺ ആക്ച്വലി ഒരു അബോർട്ടിഫിഷ്യന്റ് ആണ്, അബോർഷന് വേണ്ടി കൊടുക്കുന്നതാണ്. വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഒക്കേഷണലി വേണമെങ്കിൽ കൊടുത്തേക്കാം. സോ ഇതാണ് തേർഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. ഇനി ഫോർത്ത് ഗ്രൂപ്പ് ഓഫ് മരുന്നും കൂടി ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ദാറ്റ് ഈസ് ഓർമെലോക്സിഫിൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു. അതും ദേ ഓൾസോ ആക്ട് ഓൺ ദ യൂട്രസ്. ദേ ഇംപ്ലാന്റേഷൻ തടയുക. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇംപ്ലാന്റേഷൻ ഇൻഹിബിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കരുതുന്നത്. സോ ദീസ് ആർ ദ 4 ഗ്രൂപ്പ് ഓഫ് combined pills means it contains both estrogen and progesterone. രണ്ടും ഉള്ളതാണ് കമ്പൈൻ. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ this is the drug of choice in newly married couple. ഈ അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞ കപ്പിൾസിൽ അവർക്ക് തൽക്കാലം കുട്ടികൾ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, ഹോർമോണൽ രീതി മതി എന്ന് അവലംബിക്കുകയാണെങ്കിൽ, this is the most safest and best method. ഇതാണ് ബെസ്റ്റ് സേഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, if there is a molar pregnancy, after a molar pregnancy, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ മോളാർ പ്രഗ്നൻസി ഉണ്ടായിരുന്നുവെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, ദിസ് ഈസ് ദ മെത്തേഡ്. ഈ മെത്തേഡാണ് ഉപയോഗിക്കാനുള്ള നല്ല മെത്തേഡ്. സോ ഇത് രണ്ടാണ് കമ്പൈൻഡ് ഓറൽ പിൽസിന്റെ പ്രധാന ഗർഭനിരോധന ഉപയോഗം. വേറെയും ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവും. ഇനി മരുന്ന് ഉപയോഗം നിർത്തിയാൽ എപ്പോഴാണ് മെൻസസ് തിരിച്ചു വരിക അല്ലെങ്കിൽ ഓവുലേഷൻ തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ റെസ്യൂം ആഫ്റ്റർ 3 months. 3 മാസം കഴിയുമ്പോഴത്തേക്കും 90% ഓഫ് ദ പീപ്പിൾ, 90% ആൾക്കാരിലും 3 മാസം കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഓവുലേഷൻ വിൽ ബി റെസ്യൂം. സോ ദേ ക്യാൻ ബിക്കം പ്രഗ്നന്റ്. ഇനി മരുന്ന് ഉപയോഗിക്കുന്നത് 21 ദിവസം 21 ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ള ഒരു 7 ദിവസമുണ്ട്. ഈ ദിവസം ചിലപ്പോൾ മരുന്ന് ഉണ്ടാവില്ല അതിനകത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ അയൺ ഗുളികളായിരിക്കും അവർ കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ മരുന്ന് നിർത്തുമ്പോൾ, ദാറ്റ് മീൻസ് ഈ മരുന്ന് ഉപയോഗം മരുന്നിന്റെ 21 ദിവസം കഴിയുമ്പോഴത്തേക്കും there will be bleeding. ആ ബ്ലീഡിങ്ങിനെ നമ്മൾ വിഡ്രോവൽ ബ്ലീഡിംഗ് എന്നാണ് പറയുക. വിഡ്രോവൽ ബ്ലീഡിംഗ്. ദിസ് ഈസ് അക്സെപ്റ്റബിൾ ബ്ലീഡിംഗ് ആണ്. എല്ലാ മാസവും മരുന്ന് നിർത്തുമ്പോൾ ഇതുപോലെ ഒരു വിഡ്രോവൽ ബ്ലീഡിംഗ് ഉണ്ടാകും. പക്ഷേ ഇത് മെൻസസ് അല്ല. ദിസ് ഈസ് നോട്ട് മെൻസസ്. മെൻസ്ട്രൽ ബ്ലീഡിംഗ് അല്ല. മരുന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ ബ്ലീഡിംഗ് ആണ്. പക്ഷെ അതൊരു മെൻസ്ട്രൽ ബ്ലീഡിംഗ് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ദർ ഇസ് അനദർ ബ്ലീഡിംഗ്. വേറെ രണ്ടാമത്തെ ഒരു ബ്ലീഡിംഗ് കൂടിയുണ്ട്. അതിനെ നമ്മൾ വിഡ്രോവൽ ബ്ലീഡിംഗ് എന്നല്ല പറയാ, അതിനെ നമ്മൾ ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് എന്നാണ് പറയാ. ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് ഈസ് മരുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്, നോട്ട് ആഫ്റ്റർ. ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് 21 ഡേയ്സ്, ആ 21 ദിവസത്തിനകം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ബ്ലീഡിംഗ് ആണ്. ആൻഡ് ദിസ് ബ്ലീഡിംഗ് ഈസ് ബിക്കോസ് ഓഫ് ദ എമൗണ്ട് ഓഫ് പ്രൊജസ്റ്റിൻ മൂലമാണ് ഈ ബ്ലീഡിംഗ്. സോ ഇങ്ങനെയുള്ളവരിൽ ആദ്യഘട്ടങ്ങളിൽ പ്രൊജസ്റ്റിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലീഡിംഗ് നമുക്ക് ഒഴിവാക്കാം. സോ റെഡ്യൂസ് ദ പ്രൊജസ്ട്രോൺ ലെവൽ ഇനീഷ്യലി. സോ വാട്ട് വി ക്യാൻ ഡു ഈസ്, അപ്പോഴാണ് നമ്മൾ കമ്പൈൻഡ് പില്ലിൽ ബൈഫേസിക് അല്ലെങ്കിൽ ട്രൈഫേസിക് അങ്ങനെയൊക്കെയുള്ള പില്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിലാണ്. ടു പ്രിവെന്റ് ദിസ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്. സോ ലെസ് ചാൻസ് ഓഫ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് ബിക്കോസ് ബ്ലീഡിംഗ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രൊജസ്ട്രോൺ കമ്പോണന്റ്. ഇനി കമ്പൈൻഡ് പില്ല് ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട രണ്ടാമത് പ്രധാനപ്പെട്ട പ്രിക്കോഷൻസ്, 2 ഇമ്പോർട്ടന്റ് പ്രിക്കോഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ഒരു ഡോസ് മിസ്സാകും. ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ഡോസ് മാത്രമാണ് മിസ്സായിട്ടുള്ളെങ്കിൽ റെഗുലർ ടൈമിങ്ങിൽ നിന്ന് എപ്പോഴാണ് ഓർക്കുന്നോ ഉടൻ അപ്പം തന്നെ ആ ഡോസും കഴിക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ മിസ്സായ അടുത്ത ഡോസിന്റെ സമയമായി
ആയപ്പോഴാണ് കഴിഞ്ഞ ഡോസ് കഴിച്ചില്ലല്ലോ എന്നോർക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് 2 ഡോസും കൂടി ഒരുമിച്ച് കഴിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഡോസ്, നെക്സ്റ്റ് ഡോസ് അതിന്റെ സമയമാകുമ്പോൾ കഴിക്കുക. സോ ദാറ്റ് ഈസ് വൺ പ്രിക്കോഷൻ. രണ്ടാമത്തെ ഒരു പ്രശ്നം സംഭവിക്കാനുള്ളത് 2-ലധികം ഡോസ് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇഫ് മിസ് മോർ ദാൻ 2 ഡോസസ്, അപ്പോൾ പിന്നെ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഈ ഷെഡ്യൂളിലെ ബാക്കിയുള്ള എല്ലാ ഡോസുകളും ഒഴിവാക്കുക. പിന്നെ ഈ മരുന്ന് 21 ഡേയ്സ് എന്നുള്ളത് ഇപ്പോൾ 15-ാം ദിവസമാണ് കഴിക്കാൻ മറന്നെങ്കിൽ 15ഉം 16ഉം കഴിക്കാൻ മറന്നെങ്കിൽ നമ്മൾ 17, 18 അങ്ങനെയുള്ള ദിവസങ്ങളിൽ മരുന്ന് ഒഴിവാക്കുക. യു ടേക്ക് പ്രിക്കോഷൻസ്, ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഷെഡ്യൂൾ വീണ്ടും പുതുതായിട്ട് ആരംഭിക്കുക. സോ ദീസ് ആർ ദ 2 ഇമ്പോർട്ടന്റ് പ്രിക്കോഷൻസ്. ഇനി നമുക്ക് കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ സൈഡ് എഫക്ട്സ്, ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിനെ മൈൽഡ് എന്ന് വിളിക്കാം ഒരെണ്ണം. രണ്ടാമത്തെ മോഡറേറ്റ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് വെരി സിവിയർ സൈഡ് എഫക്ട്സ്. മൈൽഡിന്റെ നിമോണിക് എന്ന് പറയുന്നത് നോർമൽ ആണ്. നോർമൽ മീൻസ് എൻ ഫോർ നൗസിയ ആൻഡ് വോമിറ്റിംഗ് ആണ്, ഓക്കാനം ഛർദി. O ഫോർ എഡീമ, നീരുണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ആർ ഫോർ റിക്കറന്റ് ഹെഡേക്ക്, തലവേദന തുടർച്ചയായിട്ട് വരിക, precipitation ഓഫ് മൈഗ്രെയിൻ ആണ്. ആൻഡ് എം ഫോർ മാസ്റ്റാൾജിയ എന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ പെയിൻ ഇൻ ദ ബ്രസ്റ്റ്. ദെൻ എൽ ഒരുമിച്ചാണ് അബ്നോർമൽ ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് ഉണ്ടാകാം. ഇത്രയാണ് മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്. ഇനി മോഡറേറ്റ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ, അമിതമായിട്ട് തടി വെക്കാം അല്ലെങ്കിൽ ഭാരം കൂടാം. ദെൻ ഏക്കിനി ഓർ മുഖക്കുരു ഉണ്ടാകാം. ആൻഡ് ദീസ് 2 ആർ ഡ്യൂ ടു പ്രൊജസ്റ്റിൻ മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ്. മറ്റൊരു പ്രശ്നം സ്കിന്നിന്റെ കളർ ചേഞ്ച് ആണ്, നിറം മാറ്റം. സ്കിൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ, സ്കിന്നിന്റെ ചേഞ്ച് ഇൻ കളർ, അത് നമ്മൾ മെലാസ്മ എന്നാണ് വിളിക്കുക. മെലാസ്മ, വേറൊരു പേര് ക്ലോയാസ്മ എന്നും നമ്മൾ പറയാം. സിവിയർ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ 1 ഈസ് കാർഡിയോവാസ്കുലാർ സൈഡ് എഫക്ട്സ് ആണ്, കാർഡിയോവാസ്കുലാർ റിലേറ്റഡ് സൈഡ് എഫക്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡിവിറ്റിയുടെ ചാൻസ് കൂടുതലായിരിക്കും. ഡിസ്റ്റൽ വീനസ് ത്രോംബോസിസ്, സോ ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാക്കാം. ദെൻ ത്രോംബോ എംബോളിസം തൊട്ട് പൾമണറി എംബോളിസം വരെ ഉണ്ടാകും. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണം ഈസ്ട്രോജൻ മൂലമാണ്. ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ എന്ത് ചെയ്യാൻ പറ്റും? ഈസ്ട്രോജൻ ക്യാൻ സ്റ്റിമുലേറ്റ് ദ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വർദ്ധിപ്പിക്കാം. ഏതൊക്കെയാണ്? 2 കൂട്ടാം, 7, 9, 10, 12 ഇങ്ങനെയുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കൂട്ടുകയും ചെയ്യാം. ക്ലോട്ടിംഗ് പ്രൊട്ടക്ടിംഗ് ഫാക്ടേഴ്സ് അതിനെ കുറയ്ക്കാം. ലൈക്ക് പ്രോട്ടീൻ സി, പ്രോട്ടീൻ എസ് അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ആന്റിത്രോംബിൻ, ഇതൊക്കെ കുറയ്ക്കുകയും മറ്റേത് കൂട്ടുകയും ചെയ്യുമ്പോഴത്തേക്കും എവിടെയെങ്കിലൊക്കെ രക്തം കട്ട പിടിക്കാം. ആൻഡ് ദിസ് ക്യാൻ കോസ് എംബോളിസം ഉണ്ടാകും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ്. ആൻഡ് രണ്ടാമത്തത് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാർഷൻ ഉണ്ടാക്കാം. കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടാക്കാം. ദെൻ ഇൻക്രീസ് ചാൻസ് ഓഫ് സ്ട്രോക്ക്, MI പോലെ തന്നെ സ്ട്രോക്കും ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഭയങ്കരമായിട്ട് പുകവലിയുള്ള 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഇൻക്രീസ് ചാൻസ് ഓഫ് കോളിസ്റ്റാറ്റിക് ജോണ്ടിസ്, ലിവറായിട്ട് ബന്ധം കോളിസ്റ്റാറ്റിക് ജോണ്ടിസ്, അല്ലെങ്കിൽ ഗോൾ സ്റ്റോൺസ് അമിതമായിട്ട് കൂടാം. ഗോൾ സ്റ്റോൺസ് കൂടാനുള്ള കാരണം ബിക്കോസ് ഓഫ് ഈസ്ട്രോജൻ തന്നെയാണ്. ഈസ്ട്രോജൻ കൊളസ്ട്രോൾ ബൈലിനകത്തേക്ക് ഒരുപാട് സെക്രീറ്റ് ചെയ്യുന്നത് ഈസ്ട്രോജൻ മൂലമാണ്. ദെൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം എഫക്ട് ഉണ്ടാക്കാം. അഞ്ചാമത്തെ പ്രശ്നം സർട്ടൻ ക്യാൻസർ, ചാൻസസ് ഓഫ് സർട്ടൻ ക്യാൻസർ, ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസർ കൂടുതലായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ദെൻ ലിവറിൽ ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ വർദ്ധിപ്പിക്കാം. ദെൻ അതേപോലെ തന്നെ ഹെപ്പാറ്റോസെല്ലുലാർ അഡിനോമ, അത് ക്യാൻസർ അല്ല, അഡിനോമയാണ്. ദെൻ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസും വർദ്ധിപ്പിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഇതാണ്, സെർവിക്കൽ ക്യാൻസർ കൂട്ടാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ആരിലെല്ലാം ഈ ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, പീപ്പിൾ ഷുഡ് നോട്ട് ടേക്ക് ദീസ് ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഓൾറെഡി സിവിയർ ആയിട്ടുള്ള കേസുകളിലാണ്. DVT ഉള്ള ആൾക്കാരിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ദെൻ പൾമോണറി എംബോളിസം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല. റീസെന്റ് MI അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ദെൻ കൺജനിറ്റൽ ഹൈപ്പർലിപ്പിഡീമിയ കൺജനിറ്റൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കേസുകളിൽ, ഹൈപ്പർലിപ്പിഡീമിയ കേസുകൾ കഴിക്കാൻ പറ്റില്ല. ദെൻ ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ ഇനി റീപ്രൊഡക്റ്റീവ് ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസർ, അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് വജൈനൽ ബ്ലീഡിംഗ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരിലൊന്നും നമുക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ദെൻ ലിവർ ക്യാൻസർ, ലിവറായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസർ ഉള്ള ആൾക്കാരിൽ ബുദ്ധിമുട്ടായിരിക്കും. ലിവർ ക്യാൻസർ മാത്രമല്ല, ആക്റ്റീവ് ലിവർ ഡിസീസ്, എന്തെങ്കിലും ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോണ്ടിസ്, കഴിഞ്ഞ പ്രീവിയസ് പ്രഗ്നൻസി
പ്രഗ്നൻസിയിൽ ജോണ്ടിസ് ഉണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ദെൻ പോർഫൈറിയ ഈസ് അനദർ കോൺട്രാ ഇൻഡിക്കേഷൻ. ദെൻ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ സർജറി, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഇത് കഴിക്കുന്ന ആൾ ഒരു സർജറിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ 4 വീക്സ് 4 ആഴ്ചയ്ക്ക് മുമ്പ് മരുന്ന് നിർത്തുക. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇതാണ് അതിന്റെ റീസൺ, ബിക്കോസ് ഓഫ് ദിസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ദെൻ സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിലും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, ആൻഡ് ദ ഡ്രഗ് ക്യാൻ കോസ് ഹൈപ്പർ ടെൻഷൻ ഓൾസോ. ദെൻ റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് മൈൽഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് പ്രശ്നമുള്ള ആൾക്കാർ, ഗോൾ ബ്ലാഡർ പ്രശ്നമുള്ള ആൾക്കാരിൽ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉള്ള ആൾക്കാർ, എപ്പിലെപ്സി, സോ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ ഇറ്റ്സ് നോട്ട് അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ, ഒരു റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഇറ്റ് വിൽ ബി ഗുഡ്. അടുത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗർഭനിരോധനം അല്ലാതെ എനി ബെനിഫിറ്റ്സ്. സോ അതിന്റെ നമ്മുടെ ഒരു നിമോണിക് എന്ന് പറയുന്നത് മോർ ആണ്, MOR. M സ്റ്റാൻഡ്സ് ഫോർ മെൻസ്ട്രൽ. മെൻസ്ട്രലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഗുണങ്ങൾ ഉണ്ട്, മെൻസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് ഇറഗുലർ മെൻസ്ട്രൽ പീരീഡ്, ഇറഗുലർ മെൻസ്ട്രൽ പീരീഡ് ഒക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ ഡിക്രീസ് പ്രീ മെൻസ്ട്രൽ ടെൻഷൻ. സോ സാധാരണ മെൻസ്ട്രേഷൻ മുമ്പ് ഉണ്ടാകുന്ന അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ടല്ലോ, ടെൻഷൻ സിൻഡ്രോം, അതിന് നമുക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അയൺ ഡെഫിഷ്യൻസി, അനീമിയ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് M. നെക്സ്റ്റ് ഈസ് O. മോർ എന്നാണ് നമ്മൾ പറഞ്ഞത്. O മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഓവർ. ദാറ്റ് മീൻസ് ഡിക്രീസ് ഇൻ ഒവേറിയൻ സിസ്റ്റ്. ഒവേറിയൻ സിസ്റ്റുകൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡിക്രീസ് ഒവേറിയൻ ക്യാൻസർ. ഒവേറിയൻ ക്യാൻസർ കുറയാം. ബിക്കോസ് FSH ഉം LH ഉം കുറയുന്നുണ്ട്. FSH ആണ് ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, LH ഉം കുറയുന്നുണ്ട്. സോ ഒവേറിയൻ ക്യാൻസർ റിസ്ക് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി R വെച്ചിട്ട് റിലേറ്റഡ് ടു ബ്രസ്റ്റ് ആണ്. റിലേറ്റഡ് ടു ബ്രസ്റ്റിന്റെ R ആണ് നമ്മൾ ഉപയോഗിച്ചത്. B ആണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. എനിവേ ബ്രസ്റ്റിൽ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസസ് കുറയും. ബിനൈൻ ആയിട്ടുള്ള നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഡിസീസസ് കുറയും. ദെൻ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ ബ്രസ്റ്റ്. ബ്രസ്റ്റിന്റെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസസുകൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഗുണങ്ങൾ ബ്രസ്റ്റുമായിട്ട് റിലേറ്റഡ്. ദെൻ E വെച്ചിട്ട് ദാറ്റ് ഈസ് എൻഡോമെട്രിയോമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഗുണഫലങ്ങളുണ്ട്. എൻഡോമെട്രിയത്തിൽ പ്രൊജസ്ട്രോൺ ഉള്ളതുകൊണ്ട് സോ ഇറ്റ് ഈസ് ഡിക്രീസ് ദ എൻഡോമെട്രിയൽ ക്യാൻസർ. എൻഡോമെട്രിയൽ ക്യാൻസർ കുറയ്ക്കാനായിട്ട് പ്രൊജസ്ട്രോൺ ഉള്ളതുകൊണ്ട് സഹായിക്കും. പക്ഷെ നമുക്കറിയാം ഈസ്ട്രോജൻ ആണെങ്കിൽ അത് കൂടുതലായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഈസ്ട്രോജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉള്ളതുകൊണ്ട് ഈസ്ട്രോജന്റെ അഡ്വേഴ്സ് എഫക്ട് കുറയും. ദെൻ ഡിക്രീസ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ ഫൈബ്രോയിഡ്സ് കുറയും. ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. ഇതെല്ലാമാണ് മോറുടെ ഹെഡിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയും മറ്റ് ഗുണങ്ങൾ ഡിക്രീസ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് കുറയ്ക്കും ബിക്കോസ് ഇതിനകത്ത് ഈസ്ട്രോജൻ ഉണ്ട്. ഡിക്രീസ് കോളോറെക്ടൽ ക്യാൻസർ. കോളോറെക്ടൽ ക്യാൻസർ കുറയ്ക്കാം. ഡിക്രീസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ദ ഫീമെയിൽ, അത് കുറയ്ക്കാം. വേറൊരു ഗുണം എന്ന് വെച്ചാൽ സിക്കിൾ സെൽ ഡിസീസ്. സിക്കിൾ സെൽ ഡിസീസിന്റെ സിംറ്റംസ് ഒക്കെ ഈസ്ട്രോജൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫേർഡ് ബൈ ദ ഓറൽ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. കമ്പൈൻഡ് പിൽസിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രൊജസ്ട്രോൺ ഓൺലി പിൽസിനെ പറ്റിയാണ്. ഇനി നമുക്ക് പ്രൊജസ്റ്റിൻസ് പിൽ ഓൺലി കണ്ടെയ്നിങ് പ്രൊജസ്ട്രോൺ ഓൺലി പിൽ ഓർ മിനി പിൽ. അതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലീവോനോർജെസ്ട്രൽ ആണ് ഏറ്റവും അധികം ഉപയോഗിക്കുക. ലീവോനോർജെസ്ട്രൽ ഉണ്ട്, ദെൻ നോർജെസ്ട്രൽ ഉണ്ട്, ദെൻ നോർഎത്തിൻഡ്രോൺ. ഇത് 3 മരുന്നുകളാണ് സാധാരണ പ്രൊജസ്ട്രോൺസ് മാത്രമായിട്ട് ഉപയോഗിക്കുക. 21 ദിവസമാണ് ഇതും അത് ഉപയോഗിക്കുക. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്യാൻ റെഡ്യൂസ് ദ എൻഡോമെട്രിയൽ ക്യാൻസർ റിസ്ക്. എൻഡോമെട്രിയൽ ക്യാൻസർ റിസ്ക് കാരണം എൻഡോമെട്രിയൽ പ്രശ്നം കൂടുതൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ ഉള്ളതുകൊണ്ടാണ്. വി ആർ നോട്ട് യൂസിങ് ഈസ്ട്രോജൻ. സോ അതുകൊണ്ട് പ്രൊജസ്ട്രോൺ മാത്രമായതുകൊണ്ട് ക്യാൻ ഡിക്രീസ്. ദെൻ നോ ഡിവിറ്റിയുടെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. ത്രോംബോ എംബോളിസം പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഡയബറ്റിസ് മെലിറ്റസ് പോലെയുള്ള പ്രശ്നങ്ങൾ. സോ ഇതിനെല്ലാം അഡ്വാൻറ്റേജസ് ആണ് പ്രൊജസ്ട്രോൺ ഓൺലി പിൽ. ഇനി പ്രൊജസ്ട്രോൺ ഓൺലി പിൽ എവിടെ ഉപയോഗിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ഓഫ് ചോയ്സ് എവിടെയാണ്? ഇൻ ലാക്ടേറ്റിംഗ് മദർ. ലാക്ടേറ്റിംഗ് മദേഴ്സ്, മുലയൂട്ടുന്ന അമ്മമാരിലെ ഈസ്ട്രോജൻ ഇല്ല, നമുക്ക് പ്രൊജസ്ട്രോൺ മാത്രം മതി. ഓക്കെ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ സ്മോക്കിംഗ് ഫീമെയിൽസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമുക്ക് ഗുണം. ദെൻ എപ്പിലെപ്സി സീഷേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമുക്ക് ഉപയോഗിക്കാം. സിക്കിൾ സെൽ ഡിസീസ്. സോ ഇവരിലൊക്കെ നമുക്ക് പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ആയിരിക്കും കുറച്ചും കൂടി അഡ്വാൻറ്റേജസ്. ദെൻ വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ്? സൈഡ് എഫക്ട്സ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സൈഡ് എഫക്ട്സ് ഇറഗുലർ ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇറഗുലർ ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, അങ്ങനെയുള്ള ബ്ലീഡിംഗ് നമ്മൾ ഓൾറെഡി എന്താന്ന് പറഞ്ഞു. അത് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ പില്ലില് ബൈഫേസിക്കും ട്രൈഫേസിക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊജസ്ട്രോൺ ഓൺലി ആണ് ഉപയോഗിക്കുക. സോ ദിസ് അതൊരു പ്രശ്നമാണ്.
ദെൻ ക്യാൻ കോസ് ഹെഡേക്ക് ഉണ്ടാക്കാം, ദെൻ ഹെർസ്യൂട്ടിസം ഉണ്ടാക്കാം, ദെൻ ആക്നി നമ്മൾ പറഞ്ഞ പ്രൊജസ്ട്രോൺ മൂലമാണെന്ന് പറഞ്ഞു, ദെൻ ഹൈപ്പർലിപ്പിഡീമിയ ഉണ്ടാക്കാം, ദാറ്റ് മീൻസ് ഇൻക്രീസ്ഡ് LDL ആണ് നമുക്ക് ആവശ്യമില്ലാത്തത്. HDL പക്ഷെ കുറയുകയും ചെയ്യും. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന HDL കുറയുകയും ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയപ്പെടുന്ന LDL കൂട്ടുകയും ചെയ്യും. സോ അത് നമുക്ക് ഗുണമില്ലാത്തതാണ്. ദെൻ ക്യാൻ കോസ് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം, ദെൻ ഓൾസോ ഇൻക്രീസ് മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കാം, ദെൻ ഓസ്റ്റിയോപോറോസിസ്. മറ്റേതിൽ ഓസ്റ്റിയോപോറോസിസ് പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ ഇവിടെ ഈസ്ട്രോജൻ ഇല്ല. ഈസ്ട്രോജൻ ഇല്ലാത്തതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്, മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇറ്റ്സ് അബൌട്ട് പ്രൊജസ്ട്രോൺ ഓൺലി പിൽ ഓർ മിനി പിൽസ്. അടുത്ത പ്രധാനപ്പെട്ട ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ പോസ്റ്റ് കോയിറ്റൽ ഓർ മോർണിംഗ് ആഫ്റ്റർ പില്ലാണ്. നമ്മൾ അതിനെ എമർജൻസി പിൽസ് എന്നാണ് പറയുക. ഓക്കെ, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്ടോപിക് പ്രഗ്നൻസി റിസ്ക് കുറയ്ക്കാം, ഡിക്രീസ്ഡ് റിസ്ക് ഓഫ് എക്ടോപിക് പ്രഗ്നൻസിയുടെ റിസ്ക് കുറയ്ക്കാം എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിന് കോൺട്രാ ഇൻഡിക്കേഷൻ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ ദർ ഈസ് നോ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ബിക്കോസ് ഇറ്റ്സ് ആൻ എമർജൻസി. ഒറ്റ സമയമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. സോ ദർ ഈസ് നോ കോൺട്രാ ഇൻഡിക്കേഷൻ. ഇനി നമുക്ക് പില്ലല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനുണ്ടോ എന്ന് വെച്ചാൽ വി ക്യാൻ യൂസ് കോപ്പർ ടീ നമുക്ക് ഉപയോഗിക്കാം. കോപ്പർ ടീ ഇൻട്രൊഡ്യൂസ് ചെയ്താലും മതി. അതൊരു മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. 5 ദിവസം വരെ നമുക്ക് ഗുണം കിട്ടുന്ന മെത്തേഡാണ് കോപ്പർ ടീ. പക്ഷെ നമ്മളിവിടെ പില്ലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പില്ലുകളിൽ ഏറ്റവും പ്രധാനം വൺ ഈസ് പ്രൊജസ്റ്റിൻ ഓൺലി. പ്രൊജസ്റ്റിൻ മാത്രമുള്ള പില്ലുണ്ട്, പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ്. ഇവിടെ നമ്മൾ എമർജൻസിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതാണ്. ഇതല്ല, ഇവിടെ പ്രൊജസ്റ്റിനകത്ത് ഇറ്റ് കണ്ടെയ്ൻ ഹൈ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ. ഉദാഹരണത്തിന് ലീവോ നോർജസ്റ്റൽ എന്ന് പറയുന്ന മരുന്ന് 1.5 മില്ലിഗ്രാംസ് ആണ് കഴിക്കുക സാധാരണ. അതല്ലെങ്കിൽ 2 നേരമായിട്ട് കഴിക്കുന്നതാണെങ്കിൽ 0.75 മില്ലിഗ്രാം × 2 അങ്ങനെയും കഴിക്കാം. സോ ഈ മരുന്ന് 3 ദിവസത്തിനകം ഓർ 3 days ഓർ 72 hours കഴിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ കഴിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ 0.75 മില്ലിഗ്രാമിന്റെ ഗുളിക 1 വീതം 12 മണിക്കൂർക്കിടയിൽ ഒരു ഗുളിക കഴിക്കുക, 12 മണിക്കൂറിനകം അടുത്ത ഗുളിക കഴിക്കുക. അത് മൊത്തം നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് സെക്സിന്റെ 72 hours-നിടയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 1.5 മില്ലിഗ്രാം ഒറ്റത്തവണ കഴിച്ചാലും മതി. ഇതാണ് മെത്തേഡ്. മൊത്തം 1.5 മില്ലിഗ്രാം ഓഫ് പ്രൊജസ്ട്രോൺ കഴിക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡിനെ നമ്മൾ വിളിക്കുക യുസ്പി മെത്തേഡ് എന്നാണ്. യുസ്പി മെത്തേഡ് ഇത് ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്റ്റിൻ രണ്ടും കൂടി ചേർന്ന, സോ ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഡ്രഗ് നമ്മൾ കഴിക്കും. 2 ഗുളികകൾ അതായത് ഈസ്ട്രോജൻ എത്തിനിൽ ഈസ്ട്രാഡയോൾ ഒരു 100 മൈക്രോഗ്രാം ഉള്ളത്, പ്രൊജസ്റ്റിൻ ഒരു 500 മൈക്രോഗ്രാം ഉള്ള 2 ഗുളികകൾ 2 എണ്ണം കഴിക്കും. ഇതാണ് ഫസ്റ്റ് ഡോസ്. 2 എണ്ണം കഴിക്കുക ഫസ്റ്റ് ഡോസ് ആയി. ഇനി ആഫ്റ്റർ 12 hours 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരിക്കൽ കൂടി 2 ഗുളികകൾ കഴിക്കുക. സോ മൊത്തം 2 + 2 4 ഗുളികകൾ അങ്ങോട്ട് കഴിക്കും. 4 ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അങ്ങോട്ട് കഴിച്ചാൽ ആൻഡ് ദീസ് ഓൾ ഷുഡ് ബി ടേക്കൺ വിത്തിൻ 72 hours. അത് വിട്ടുപോകരുത്. 72 hours-നകം കഴിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡിനെയാണ് നമ്മൾ യുസ്പി മെത്തേഡ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ എമർജൻസി മെത്തേഡിൽ ഏറ്റവും പുതിയൊരു മരുന്ന് യുലിപ്രിസ്റ്റാൽ ആണ്. യുലിപ്രിസ്റ്റാൽ എന്ന് പറയുന്ന മരുന്നാണ്. യുലിപ്രിസ്റ്റാൽ അപ്രൂവ്ഡ് മരുന്നാണ്. 30 മില്ലിഗ്രാം സിംഗിൾ ഡോസ് ആണ്. ഒറ്റ തവണ കഴിച്ചാൽ മതി. അത് 5 ദിവസം ടു അല്ലെങ്കിൽ 120 മണിക്കൂറിനകം പ്രിവെൻഷൻ നമുക്ക് 5 days. മറ്റേതൊക്കെ 3 അല്ലെങ്കിൽ 72 hours മാത്രമാണെങ്കിൽ ഇത് 120 hours വരെ നമുക്ക് കിട്ടും. ആൻഡ് ദിസ് യുലിപ്രിസ്റ്റാൽ ഈസ് എ സെലക്റ്റീവ് പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റർ, SPRM. സെലക്റ്റീവ് പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റർ ആണ്. ഓക്കെ, SPRM മരുന്നാണ്. ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തലവേദന അല്ലെങ്കിൽ ഓക്കാനം, ദഹനേന്ദ്രിയ അസ്വസ്ഥത, ദെൻ ഒവേറിയൻ സിസ്റ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ളതാണ്. യുലിപ്രിസ്റ്റാൽ ഈസ് ഓൾസോ അപ്രൂവ്ഡ്. ഇനി വരുന്നുണ്ട് അപ്രൂവ്ഡ് അല്ല പക്ഷെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഡ്രഗ് ഈസ് മെഫിപ്രിസ്റ്റോൺ. മെഫിപ്രിസ്റ്റോൺ എന്ന മരുന്ന് ഒരു പ്രൊജസ്ട്രോൺ അന്റഗോണിസ്റ്റ് ആണ്. സോ 600 മില്ലിഗ്രാം ആണ് ഇത് കഴിക്കുക വിത്തിൻ 72 hours. നമ്മൾ ഒറ്റ തവണ ആയിട്ടായിരിക്കും കഴിക്കുക. വിത്ത് 120 hours വരെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. പക്ഷെ 120 hours വരെ 5 ദിവസം വരെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ ദിസ് ഈസ് നോട്ട് ആൻ അപ്രൂവ്ഡ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഡിലേഡ് ഓവുലേഷൻ, ഡിലേഡ് മെൻസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ പറയാനുള്ള മരുന്ന് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിലാണ്. നമ്മൾ എമർജൻസി പില്ലിനെ പറ്റി അല്ല പറയുന്ന, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഓർമെലോക്സിഫിൻ. ആൻഡ് ദിസ് ഈസ് എ SERM. SERM മീൻസ് സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ ആൻഡ് നോൺ സ്റ്റിറോയിഡൽ ആണ്. സ്റ്റിറോയിഡൽ റിംഗ് ഇല്ലാത്ത ഒരു മരുന്നാണ്. ഇതിന്റെ ഫേമസ് മറ്റൊരു പേര്
ദെൻ ക്രോമാൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സഹേലി എന്ന് പറയുന്ന മരുന്നാണിത്. ആൻഡ് ഇതിന്റെ ഡോസ് 30 മില്ലിഗ്രാം ആണ്. 30 മില്ലിഗ്രാം വീതം ആഴ്ചയിൽ 2 നേരം, ആഴ്ചയിൽ 2 തവണ 12 ആഴ്ച 12 വീക്സ് കഴിക്കുക. ആഫ്റ്റർ 12 വീക്സ് ആഴ്ചയിൽ 2 ദിവസം, ട്വൈസ് എ വീക്ക്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം, വൺസ് എ വീക്ക്. ഇങ്ങനെയാണ് ഇത് കഴിക്കുക. ഓറൽ കോൺട്രസെപ്റ്റീവ് ആയിട്ട് നല്ലൊരു മരുന്നാണിത്. പക്ഷെ തുടർച്ചയായിട്ടും മരുന്ന് കഴിക്കാൻ മറന്നാൽ 2-ലധികം ഡോസുകൾ നമ്മൾ ഒരാഴ്ച മൊത്തം മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും ആദ്യം 2 നേരം കഴിച്ച് പിന്നെ 12 ആഴ്ച കഴിച്ച് വീണ്ടും ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ കഴിക്കേണ്ടി വരും. അങ്ങനെ കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ദിസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് പോപ്പുലർ. അത്ര പോപ്പുലർ ആയില്ല എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ഒരു പ്രശ്നം. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനും ഈ മരുന്ന് ഉപയോഗിക്കാം. അതിൽ പക്ഷേ 60 മില്ലിഗ്രാം 2 നേരമായിരിക്കും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഫോർ ഫീമെയിൽസ് കഴിക്കാൻ. ഫീമെയിൽസിന് കഴിക്കാനുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് ഇസ് ഓൾ അബൌട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.